ടു മൈ വെന്യൂ. എന്താ പറഞ്ഞു, ഓണത്തിന് ഞാൻ എപ്പം പറയണ അധികം ദിവസങ്ങളില്ല. എന്നാലും അപ്പോൾ റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ള 3 പീസ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അതിനുശേഷം നമുക്ക് റെഡിയാക്കിയാലും മതിയല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻ വെയർസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് പ്യുവർ ഒരു സാറ്റിൻ ഓർഗൻസ ഫാബ്രിക് തന്നെയാണ്. അതിനകത്തോട്ട് ഫുള്ളി കട്ട് ബീഡ്സും ചെറിയ മിറേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇതേപോലൊരു വർക്കുള്ള ശരിക്കും ഒരു പാകിസ്ഥാനി സ്റ്റൈൽ എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അതൊന്നും അത്ര ഫെമിലിയർ ആയിട്ട് ഉണ്ടാവില്ല. അതുപോലത്തെ പ്രിന്റാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ടൈപ്പ് അല്ല ഇത്. കണ്ടോ, ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിനകത്തോട്ട് മിറേഴ്സും ഹൈലൈറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ പ്രിന്റ് നല്ല അടിപൊളിയായിട്ട്. അതിന്റെ ദുപ്പട്ട കണ്ടോ, ഇതേപോലെ ദുപ്പട്ടയുടെയും ഈ ഒരു നല്ല സ്റ്റൈലായിട്ടുള്ള കുറച്ച് നമ്മൾ ഈ നോർത്തിലൊക്കെ കാണുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് ഇതിനകത്തോട്ട് വരുന്നത്. ഭയങ്കര സ്മൂത്ത്. അതിനകത്തോട്ട് ഓൾ ഓവർ ഓരോ സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നല്ല വിട്ടും ലെങ്ത്തും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇനിയും ഇതിന്റെ തന്നെ ബാക്ക് സൈഡും ഇതേപോലെ തന്നെ പ്രിന്റ് വരുന്നുണ്ട്. കണ്ടോ, ബാക്ക് സൈഡിലോട്ട് അത് ഞാൻ വെച്ച് കാണിക്കുമ്പം കാണിക്കാം കേട്ടോ. ഇതുപോലെ അപ്പോൾ ഷെയ്ഡ് ഇതുപോലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. അതേ ഡിസൈൻ തന്നെ ഹാൻഡ് വർക്ക് വന്നിട്ട് ഇതേപോലെ. കണ്ടോ, ഹാൻഡ് വർക്ക് ഇതേപോലെ വന്നിട്ട് ഈ ഒരു ഡിസൈൻ. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതാ ഇതേപോലെ ഈ ഒരു പ്രിന്റിലോട്ട് വന്നേക്കുന്നത്. അത് അടുത്ത തേർഡ് കളർ വന്നിട്ട് ഇതേപോലെ നല്ലൊരു ആഷ് ഷെയ്ഡ്, അത്രയും കോമൺ അല്ലാത്ത ഒരു ആഷ് വിത്ത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെ കണ്ടോ, അതിന്റെ വർക്ക് കണ്ടോ, ഇതേപോലെ മിറേഴ്സ് എല്ലാം വന്നിട്ട് ഈ ഒരു വർക്ക് ഇതേപോലെ തന്നെ താഴോട്ട് ഇങ്ങനെയും വരും എൻഡിലോട്ട്. ഇനി അടുത്ത കളർ നല്ല റെയർ ആയിട്ടുള്ള ഒരു നല്ലൊരു ലൈറ്റ് യെല്ലോ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇതേപോലെ കണ്ടോ, ഈ ഒരു ഷെയ്ഡ് നല്ല വർക്ക്, ഫുള്ളി വർക്കായിട്ട് ഇതേപോലെ ഒരു ഇത് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ലിമിറ്റഡേ ഉള്ളൂ. കുറച്ച് മെറ്റീരിയൽസ് റെഡി ടു ഡെസ്പാച്ച് ആണ്. ഇതേപോലെ ഇത് പിന്നെ ഇനിയും ഇന്നിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെറിയൊരു ഇതും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് വന്നിട്ട് ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ്. സെമി സിൽക്ക് ആണ്. ഇതിനകത്തോട്ടും ഹാൻഡ് വർക്ക് ഫുൾ ഇത് കണ്ടോ, ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ്. ഈ ഓരോ ഫ്ലവേഴ്സും ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു. ഈ സൈഡിലോട്ടും വർക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ഓണത്തിനൊക്കെ ബെസ്റ്റാണ്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കോട്ടൺ ഇതുപോലെ നമ്മൾ എന്താ പറയുക ബോട്ടം മെറ്റീരിയൽ. ദുപ്പട്ട നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ദുപ്പട്ട അതാ ഇതേപോലെയാണ്. ഞാൻ ഇവിടെ മാനിക്യൂറിനെ ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതുപോലെ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് 4 സൈഡും ബോർഡറായിട്ട് ചന്തേരി ഫാബ്രിക്കിലോട്ടാണ് ഇതേപോലെ ദുപ്പട്ട. അത്യാവശ്യം വിട്ട് ഉള്ളൊരു ദുപ്പട്ടയാണ് ഇതുപോലെ. ഓക്കെ, അത്യാവശ്യം നല്ല ഇത് സ്ലീവ് പോർഷൻ ആണ് കേട്ടോ. ഇതുപോലെ വരുന്ന എൻഡിലോട്ട്, സ്ലീവിന്റെ എൻഡിലോട്ട് ഈ ബോർഡർ കിട്ടും. എന്നിട്ട് ഇതേപോലെ നെക്ക് നല്ല വിട്ടും. സാധാരണ നമുക്ക് ഇങ്ങനെ 3 പീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ലെങ്ത് കിട്ടാറില്ല ചിലതിനൊക്കെ. അപ്പൊ ജോയിന്റ് ഷോൾഡറിലൊക്കെ ചെയ്യേണ്ടി വരും. ഇത് പക്ഷെ നല്ല ലെങ്ത് ഉണ്ട്. ഇതുപോലെയാണ് അതിന്റെ ദുപ്പട്ട. നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. എപ്പം കോമൺ കാണുന്ന ഒരു ഡിസൈനോ അല്ലെങ്കിൽ മെറ്റീരിയലോ അല്ല, ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് കളർ താഴോട്ടൊക്കെ ആ ഹാൻഡ് വർക്കിന്റെ ബോർഡർ ഒക്കെ കണ്ടോ, ഇതുപോലെ കണ്ടോ, നല്ല രസമാണ്. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് കളറ്. ഈ ഒരു ഷെയ്ഡ് ബോട്ടം വന്നിട്ട് ഈ ഒരു പ്ലെയിൻ ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ. സെമി സിൽക്ക് അല്ല, നല്ലൊരു കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ്. ഇതുപോലെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. അതിന്റെ ദുപ്പട്ട ഇതേപോലെ. ദുപ്പട്ട ഈ ഒരു ഇതുപോലെ കണ്ടോ, നല്ല വിട്ടും അത്യാവശ്യം ലെങ്ത്തും. ഇങ്ങനെ വെച്ചാലേ കാണുള്ളൂ. വർക്ക് ഷോൾ ടോപ്പിന്റെ വർക്ക് കാണുന്നുണ്ടോ, ഇതേപോലെ. ഓക്കെ, ഈ ഒരു ലുക്കായിരിക്കും. ഗ്രീൻ എന്ത് ഭംഗിയാന്നറിയോ, ഇതുപോലെ ഗ്രീൻ വന്നിട്ട് ഇത് നല്ല രസം. റെഡും ഗ്രീനും അല്ല, ഗ്രീനും അതന്നെ, റെഡും ഗ്രീനും കോമ്പിനേഷനിന്റെ സ്ലീവ് ഇതേപോലെ കേട്ടോ. ഈ ഒരു പ്രിന്റ് ഡോട്ട്സ് വരുന്ന സ്ലീവാണ് ഇതിനകത്തോട്ട് വരുന്ന. ഇത് ദുപ്പട്ട ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ലുക്ക്. ആ ഹാൻഡ് വർക്ക് കാണുന്നുണ്ടോ താഴെ, ഇതുപോലെ കണ്ടോ, ആ പോർഷൻ ഇതുപോലെ. ബാക്ക് സൈഡ് ഇതുപോലെ ഡോട്ട്സും ഈ ഒരു സെയിം പ്രിന്റ് എല്ലാത്തിന്റെയും വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഡോട്ട്സും ആ ഒരു പ്രിന്റ് ഇതേപോലെ. ഒരു പ്രീമിയം സൽവാർ സെറ്റ് ആണ് കേട്ടോ ഇത്. ശരിക്കും ഇതേപോലെ പ്രീമിയം ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, പറഞ്ഞില്ലേ, ഇത് അത്യാവശ്യം നമുക്കൊരു 47 ലെങ്ത് ഒക്കെ മാക്സിമം കിട്ടും. അതിന്റെ ഇത് കാണിച്ചു തരാം. ഇതുപോലെ ദുപ്പട്ട കണ്ടോ, നല്ല അടിപൊളി കേട്ടോ. ഇതുപോലെ ദുപ്പട്ടയ്ക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതുപോലെ ഉണ്ടാവും. നല്ല ദുപ്പട്ട കേട്ടോ, ഫ്ലോറൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ്.
ഇതിനകത്തോട്ട് ചെറിയൊരു വീവിങ്ങും പോയിട്ടുണ്ട് കണ്ടോ, സീക്വൻസും സീക്വൻസ് ആണ് കേട്ടോ, ചെറിയൊരു വർക്ക്. അതുപോലെ അതിൻ്റെ എൻഡിലോട്ട് കണ്ടോ ചെറിയ ആ ഒരു ഡോറിയൊക്കെ ചെറിയ ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. ഓക്കെ, ഞാനത് മാനിക്യൂന് ഡ്രൈപ്പ് ചെയ്തേക്കണം. ടോപ്പിൽ വെച്ചേക്കുന്ന പീസ് താഴെ ബോട്ടം ഇതുപോലെ മാനിക്യൂന് ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിൻ്റെ എല്ലാ സൈസും എല്ലാ പീസും റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ള പീസാണ്. ഓക്കെ, താങ്ക് യു.